അല്ല ഇത് പ്രശ്നം എന്റെ ജോക്കറല്ല. എന്റെ അടുത്തൊരു ജോക്കറൊക്കെ ഉണ്ട്. എനിക്ക് ഒൻകാടാ. വെച്ചോ. വാപ്പാ ഞാൻ പോണു. നീ ഞായറാഴ്ച അവിടെ പോണ്? അല്ല ഞായറാഴ്ച ആണല്ലോ ഇപ്പൊ എക്സ്ട്രാ ക്ലാസ്. എന്നാ പോയിക്കോ. ഓടി. ഞാൻ കളിച്ചാൽ തോറ്റു. ഇത് മിഡിൽ സ്കൂട്ടി ചെയ്തു. നന്നായി. അതെന്നാ ഇത് കളി ഒൻകാട് ടച്ചിനാണ്. എന്താണ് കൈ? നോട്ടെ എന്റെ ഷീറ്റ് നോട്ടെ. ഞാൻ എന്റെ ഷീറ്റ് പിടിച്ചിട്ടുണ്ടോ നോക്കാനാണ്. ചേട്ടാ ധരിച്ച കൈയാണല്ലോ. അതെയോ? എന്നാലേ എനിക്ക് ക്ലബ്സ് സ്പീഡ് ഇങ്ങനെ എപ്പോഴും മാറിപ്പോ. അതുകൊണ്ടാ ഞാൻ പോട്ടെ. എവിടെ? കടയിലേക്ക്. ഞായറാഴ്ച കടയിലാണ്. ഞായറാഴ്ച പിന്നെ കടയില്ല. സ്റ്റോക്ക് വരും. അതിന്റെ കണക്കെടുക്കണം. ആയിക്കോട്ടെ, നമുക്ക് രണ്ടാ കൂടി പോവാ. നീ ഇത് പിടി. അയ്യോ അത് പറ്റില്ല അക്ബർക്ക്. ഇപ്പൊ വരാം. ആരെല്ലാം എവിടാ ഷംസു? ഉടനെ വരും പറഞ്ഞിട്ട് ഞാൻ അവിടെ കാത്തിരിക്കാം. ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് കൊറേ നേരമായി. നിനക്ക് കാർഡ്സ് കളിക്കാനറിയോ? നിനക്ക് എത്ര വയസ്സായി? ഇനി എപ്പോഴാണ്ടാ ഇതൊക്കെ പഠിക്കുന്നത്? ലൈഫിലൊരു പുരോഗമനമൊക്കെ വേണ്ടേ? ഞാൻ 8ാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഈ കളി. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ് എന്നാ. വാ. ആയിക്കോട്ടെ. സൈനബയ്ക്ക് എന്നെ ഇഷ്ടാണോ? എനിക്കിഷ്ടാ. പക്ഷെ ഉമ്മയും ബാപ്പയും അറിയുമ്പോഴാ പുകില്. എന്ത് പുകില്? നിന്റെ വാപ്പയ്ക്ക് 5 പെട്ടി ഫോറിൻ ചീട്ട് വാങ്ങിച്ചു കൊടുത്താൽ സംഗതി ക്ലീൻ. പെണ്ണിനെ അപ്പ പിടിച്ച് കൈ തരും. അയ്യോ ദേ വാപ്പ. നിന്റെ മുതലാളി വരും ചെയ്തൊന്നും നീ പഠിക്കണ്ട. അവനെ കളി പഠിപ്പിച്ചേ ഞാനാണ് കേട്ടോ. അതാ ഷംസു വന്നു. നിന്നെ കളി പഠിപ്പിക്കുന്ന നേരം കൊണ്ട് അവനായിട്ട് 4 കൈ ജാസ്തി കളിക്കാം കേട്ടോ. അയ്യോ ഇവിടെ ഇങ്ങനെ നിക്കട്ട. പാപ്പയ്ക്ക് കൂടുതൽ സംശയം തോന്നും. സൈനോ പൊക്കോ, ഞാനിപ്പോ വരാം. ഇവനല്ലേ തിരിച്ചു പോണ്. എടാ ഷംസു, ഷംസ് അവിടെ നിക്കണ്. അല്ല നിക്കണ അവിടെ നിക്കാൻ. ഇവനാണ് ഞാളെ പറ്റിച്ചു പോവുക. അവിടെ നിക്കാനല്ലേ പറഞ്ഞോട്. അതാ അയാളുടെ കയ്യിൽ എങ്ങാനും കിട്ടിയ മോളെ പഞ്ചാര അടിച്ച് എന്റെ ചങ്കിടിച്ച് മാറ്റും. എടാ നിക്കണ അവിടെ. നീ എത്ര ഓടിയാലും എന്നെ ഞാൻ വിടില്ല. നീ വിചാരിക്കല്ലേ ഒന്നുമില്ല എന്നെക്കാട്ടി എന്തിനു മുമ്പില്ലടാ എനിക്ക്. നീ സൈക്കിൾ മേലല്ല ഈ കാറിലാണെങ്കിലും ശരി അക്ബർ വിടുന്ന പ്രശ്നമില്ല എന്നിട്ടോ. അയ്യോ ഇനി മേലാൽ അങ്ങനെ ഉണ്ടാവില്ല അക്ബരക്കാ. ഉണ്ടാവണ്ടടാ. എടാ ആളെ ചതിക്കണ്ടടാ കേട്ടോ. രക്ഷിക്കണേ, ഓടിവായോ ഓടിവായോ. അല്ല രക്ഷിക്കാൻ തന്നെ ഞാൻ പറഞ്ഞു. നിക്ക്, ഞാൻ കാണിച്ചു തരാം. കുറച്ച് സൈക്കിൾ ഞാൻ വിളിക്കാം. സൈക്കിൾ ഇല്ല രണ്ടേ സൈക്കിൾ ഇന്ന് ഓടിച്ചേ. ആടാ ഒരു തവണത്തേക്ക് എന്നെ വിട്ടേരാ അക്ബരക്കാ. വിശ്വസിച്ചോ ചതിക്ക നമുക്ക്. അയ്യോ ഓടി വരണേ, രക്ഷിക്കണേ ഡോക്ടർ സാറേ. അക്ബരക്കാ നട്ടുച്ചയ്ക്ക് പട്ടച്ചാര അടിച്ച് വിറ്റായി പോയി. ഒരു മാറിയ ജീവൻ വേണമെങ്കിൽ അച്ഛനൊരു കാര്യമായിട്ട് പോകുമ്പോ അന്ന വീടുന്ന പ്രശ്നമില്ലടാ. ഓടി തന്നെ വരുന്ന ഞാൻ കേട്ടോ. സോറി അക്ബരക്കാ, സോറി പറഞ്ഞാ വിടണമെന്നാ. മനുഷ്യനെ പഞ്ചിക്ക് ഓടി വരണേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. ഒരു മനുഷ്യനില്ല. അല്ല ഓരോന്ന് വില കടിച്ചു വരും. മനുഷ്യനെ ഓറഞ്ച് ഓറഞ്ച് ഓടി വരണേ, ഓടി വരണേ. എന്നെ കൊല്ലാൻ പോണേ. ഓറഞ്ച് ചെയ്തിട്ട് ഡാൻസ് കളിക്കണം. ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. അല്ല ഇനി ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അല്ല എന്റെ സൈക്കിളിൽ ബ്രേക്ക് പോയാൽ പഠിച്ചാൽ ബ്രേക്ക് അല്ല സൈക്കിൾ ചക്രം പോയാലോ ശരി. ചാടി വന്നിരിക്കാം. ഒന്ന് പിടിച്ചു ഇന്ന് എന്നെ രക്ഷിച്ച് 2 തരടാ. ഏതായാലും മണ്ണുണ്ണിയുടെ അമ്മ ഇല്ലാത്തോണ്ട് ഹോട്ടലിൽ റൂം എടുക്കാതെ കഴിച്ചു കൂട്ടി. ഇപ്പോഴും പഴയ ഓസ് നിർത്തിയിട്ടില്ലല്ലേ രാജാ? ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. രാജശേഖരൻ, ഹലോ. ഇത് ജോസഫ്, ഹലോ. രാജു, രവി. തള്ളേ രവി. നീ എന്നെ പറ്റി പറയാറുണ്ടല്ലേ? പിന്നെ നിന്നെ പറ്റി പറയാം. കോളേജിൽ പഠിക്കുമ്പോഴുള്ള വിക്രികളെ കുറിച്ചൊക്കെ ബാലം പറയാറുണ്ട്. യവന്മാര് കുറച്ച് കൊനസ്റ്റ് ബിസിനസ്സുമായിട്ട് വന്നതാ. റബ്ബർ പ്രോഡക്ട്സ് അത്ര കൊണഷ്ടൊന്നും അല്ല. ഏതായാലും 3 മാസം കഴിഞ്ഞ് നമുക്ക് ക്രിയാത്മാവായിട്ടൊന്ന് കുടിക്കളയാം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. എടാ മണ്ണുണ്ണി തള്ളയോടാ. അതേടാ തള്ളേ. അല്ലാതെ തന്നെ ഓക്കെ. See you. 1 2 3 മണ്ണുണ്ണി. നീ നിങ്ങളെവിടെ? ആഹാ. സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് പതിവില്ലാത്തതാ.
എന്നാലും ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. സൈനബാന്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് കേട്ടപ്പോ മേനോൻ സാർ ചോദിച്ചൊന്ന് കൂടണ്ടേന്ന്. ഒന്ന് കൂടിക്കളയാന്ന് ഞാനും കരുതി. ആ അല്ല അക്ബർ കഴിക്കുന്നില്ലേ? ഞാനിങ്ങനെ കൂടാന്നല്ലാണ്ട് കഴിക്കലില്ലല്ലോ. നമുക്കിത് ഹറാമാണല്ലോ. എന്നാ ആ ഗ്ലാസും കൂടി ഇങ്ങോട്ട് എടുത്തേ. മേനോൻ ചേട്ടൻ രണ്ടെണ്ണത്തിൽ കഴിക്കണ്ട. കഴിച്ച് ഓവറായിട്ട് ഇനി രാത്രി നല്ല ചേച്ചി എടുത്തിട്ട് ഇടിക്കാനും ഞങ്ങൾക്ക് പിടിച്ചു മാറ്റാനൊന്നും ഒരു ദിവസം ഇപ്പൊ അങ്ങനെ അയച്ചിട്ട് അത് ശരിയാ. ഇങ്ങനെ വെള്ളവടി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. എങ്ങനെ വഴിയുണ്ട്. അക്ബർക്ക് അമ്മാവൻ ഒഴിച്ചു കൊടുത്തേ. അല്ലേ വേണ്ട, ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്താ ഒരു ഗൂഢാലോചന? അല്ല, ഒരു കുപ്പിയുടെ മേടിക്കുന്നതിനെ പറ്റി പറയായിരുന്നു. ആ അതിപ്പോ ഏതായാലും നല്ല കാര്യം. പുയ്യാപ്പിള എങ്ങനെയുണ്ടോ? ബെസ്റ്റ് ഒന്നാം തരം പയ്യനാണല്ലേ പറയണത്. 13 ഷീറ്റ് അങ്ങോട്ട് എണ്ണിട്ട് കൊടുത്താൽ 1-2 വരിക്ക് ഡിക്ക് എന്നാണ് എല്ലാരും പറയുന്നത്. അവൻ വരട്ടെ. ഫസ്റ്റ് നൈറ്റ് മുതലേ ഞാനും അവനൊരു പിടി പിടിക്കൂലേ. I met a traveler who came from an Asian country. He saw a two നോ uncles പ്രോബ്ലം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അയ്യോ നോ പ്രോബ്ലം. നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിൽക്കുക. നിങ്ങൾ എന്താ കിടന്നിങ്ങനെ ആടണേ? പിടിക്കണോ? ഓൺലി 1 പെഗ് നല്ലോണം. ഇന്ന് ശകലം ഓവറായി പോയി. അമ്മായിയെ, ഇന്ന് ഒച്ചാൻ ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല. ഒന്ന് പിടിച്ചേ, അകത്തോട്ട് കിടത്താം. നല്ല ഉറങ്ങിക്കൊള്ളു. അക്ബർ വളരെ ഡീസന്റ് മാൻ. ഡീസന്റ് മാൻ. ഓൺലി 1 പെഗ് 1 പെഗ്. അയ്യോ നോ 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 നോ. ഇമ്മക്കൊരേ നിർബന്ധം. ഒരൊറ്റ മോളല്ലേ ഉള്ളൂ. ഓളെ നിക്കാതിന് ഒപ്പന എല്ലാം വെച്ച് ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്ന് ഞാനും സമ്മതിച്ചു. ഈ ഒപ്പനയുടെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ മഹാരാജാസിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു, ഇട്ടൂത്രവാരര്. അയാളുടെ സാമീപ്യം കൊണ്ട് എനിക്കും വന്ന് ഭവിച്ചു കുറച്ച് കഥകളി ഭ്രാന്ത്. എന്തേ? ഇന്ന് കുഴപ്പമൊന്നുമില്ല. മറ്റേ കാര്യമെല്ലാം പറഞ്ഞ പോലെ. പിന്നെ അത് ഞാൻ ഏറ്റു രാജാ. ഇരിക്കുക, കഥകളിപ്പദം കേട്ടിട്ട് പോവാ. അയ്യോ, കഥകളിപ്പതാണോ? കഥകളിപ്പദം എന്ന് പറഞ്ഞാൽ ഇവന് ഭയങ്കര ഇഷ്ടമാ. എപ്പോഴും പാടിക്കൊണ്ട് നടക്കും. ഓ എന്നാ രണ്ടുപേരും ഇരിക്കുക. വേണ്ട, ഞങ്ങൾ വന്നോളാം. അപ്പോ നളചരിതൻ 2ാം ഭാഗം. കൃഷ്ണൻ നായർ അങ്ങനെ 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 തകർത്ത് ആടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഹൈദരാലിയുടെ കണ്ഠം തുറന്നത്. മരത്തിനിടയിൽ കാണാമേ സുന്ദരത്തിനുട സാദൃശ്യേയം, ആകൃതി കണ്ടാലതിരംഭേയം, ആരാലിവൾ തൻ അധരം കേയം, അടുത്തു ചെന്നിനി അനുപശ്യേയം. ഒക്കെ പോയ ലേഭ്യന്മാര് യാതൊരു കലാസ്വാദ്യത ഉള്ളവരല്ല. ഒന്നും കൊണ്ട് വരും. ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായോ എന്നൊരു സംശയം. ഭയങ്കര തലവേദന. ഇന്നലത്തെ ബാക്കി വലിയൊരുപ്പുണ്ടോ? ഉണ്ട്. നാണുണ്ടോ നിങ്ങക്ക്? ഞാൻ നിങ്ങൾ കണ്ടുപിടിച്ച കുറച്ച് ഒച്ചയും പോലും ഉണ്ടാക്കുമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് അല്ല, എന്താ കാര്യം? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇല്ല. പോയിട്ട് ഒരു 2 കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. ഓ, എന്തുണ്ടായെന്ന് പറ. 1,00,000 ഉറുപ്പ്യ തരാന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല. വേണമെങ്കിൽ ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീട്ട് കളിക്കാം. എങ്ങനെ? ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീട്ട് കളിക്കാന്ന്. ഉറപ്പാ? ഉറപ്പാ. ഉറപ്പാണല്ലോ. അല്ലെങ്കിൽ അത് വേണ്ട, അത് ശരിയാവില്ല. ഇന്നലെ റമ്മി കളിക്കാനും കള്ളുടിക്കാനും മരുമോനും ബാലകൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവരോട് എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. എനിക്ക് കളിക്കാൻ മാന്യന്മാരെ കിട്ടുവേ. അക്ബറേ, അക്ബറേ. എന്നാലും ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല. അയ്യേ, എന്താ കാര്യം എന്ന് പറ ബാലകൃഷ്ണ. ദേ ഈ വേലത്തരൊന്നും എന്നോട് വേണ്ട. ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട്. ചമ്മല് കാരണം ഓർമ്മയില്ലാത്തവരെ അഭിനയിക്കല്ലേ. സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല ബാലകൃഷ്ണ. ഫിറ്റായിട്ട് അക്ബർക്കെ കെട്ടിപ്പിടിച്ച് ദൈവമാന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? കെട്ടിപ്പിടിച്ച് ദൈവമാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. എന്നാ പിന്നെ എല്ലാം അയ്യോ ബാലകൃഷ്ണ, ബാക്കി കൂടെ പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് കസേരയെ തലയും കുത്തി വീണത് ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞ് കസേര തലയും കുത്തി വീണത് ഓർമ്മയില്ല. അപ്പൊ മറ്റത് ഓർമ്മയില്ല. എന്റെ ബാലകൃഷ്ണ, പിന്നെ ഞാൻ ഉണർന്ന് എണീക്കുമ്പോ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അത് നീയാണ് സത്യം. അതിന്റെ ഇടയിൽ നടന്നു ഒന്നും എനിക്ക് ഓർമ്മയില്ല ബാലകൃഷ്ണ. ഇല്ലല്ലോ. എന്നാ രാജശേഖരനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അവൻ പറയുന്നതിനായിരിക്കും അതിന് കുറച്ചുകൂടി ഒരു ഭംഗി. അയ്യോ, അവനോട് ചോദിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ നിന്നോട് ചോദിക്കണത്. അപ്പം ചോദിക്കാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തത് നന്നായിട്ട് അറിയാല്ലേ. എന്നാ രാജശേഖരനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ബാലകൃഷ്ണ,
എന്റെ അമ്മാവനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. ഛേ, അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. ദേ, വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം. അമ്മായി ഇതറിഞ്ഞാ കുടുംബക്കലഹം ഉണ്ടാവും. ആ ലീലാമ്മയുടെ ഭർത്താവ് ഇതറിഞ്ഞാ അതിനും വലിയ വിപ്ലവം ഉണ്ടാവും. സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല രാജശേഖര. ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ രക്ഷപ്പെടാമല്ലോ. കുടിച്ച് ലെവലില്ലാതെ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയം നോക്കി ആ ലീലാമ്മയുടെ വീട്ടിൽ ചെന്ന് കയറി. ഛേ, ഈശ്വര, ഞാനോ? അല്ല പിന്നെ ഞാനായിരിക്കും. ദേ, ഇതിപ്പോ പുറത്താരും അറിഞ്ഞിട്ടില്ല. ആ ലീലാമ്മ ഭർത്താവിനോട് പറയുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞ് പ്രശ്നം ഒതുക്കാതാ നല്ലത്. അമ്മായി അറിഞ്ഞാൽ കുടുംബകലഹം, ലീലാമ്മയുടെ ഭർത്താവ് അറിഞ്ഞാൽ അടിപിടി, നാട്ടുകാരറിഞ്ഞാൽ അല്ല മേനോൻ സാറോ, വരൂ അകത്തേക്കിരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ലേശം ഓവറായി പോയി, അതുകൊണ്ട്. അല്ല, രാത്രിയായ മേനോൻ സാർ പതിവുള്ളതാണല്ലോ. നീ എങ്ങോട്ടാ എന്നെ വിളിച്ചോണ്ട് പോന്നേ? എല്ലാം പറയാം, വിശദമായി പറയാം. ഒരുപാട് ജോലിയുണ്ട്. എന്താ കാര്യം പറഞ്ഞേ? എന്താന്ന് പറഞ്ഞേ? ദോ, എന്ത്? നോക്ക്. ഈശ്വര, ഇത്രയും നാളും കള്ളുകൂടി മാത്രമേ ഉള്ളെന്നാ ഞാൻ വിചാരിച്ചു. ഇപ്പൊ ഇതും തുടങ്ങിയോ? ഞാൻ പോവാം. അമ്മായി പോണ്ട, അമ്മായി പോണ്ട. നീ പോയാ പറ്റില്ല, ഞാൻ തന്നെ ചെന്ന് രണ്ട് ഭർത്ത. അമ്മായി നാട്ടുകാരെ അറിയിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഇതെന്താ മേനോൻ സാറേ? ക്ഷമിക്കണം, ഇനി ഞാൻ ഒരിക്കലും മദ്യപിച്ച് വേണ്ടാക്കില്ല, സത്യം. അത് എന്നോടല്ല സാറ് പറയേണ്ടത്, ചേച്ചിയോടാണ്. അല്ല, അവളോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാനിരിക്കുക. ലീലാമ്മയുടെ നല്ല മനസ്സിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. അതെ, അമ്മാവൻ ലീലാമ്മ ചേച്ചിയുടെ നല്ല മനസ്സിന് മാത്രമല്ല, അക്ബർക്കാടെയും ബാലകൃഷ്ണന്റെയും എന്റെയും ഒക്കെ നല്ല മനസ്സിന് എന്നും നന്ദിയുള്ളവനായിരിക്കും. അല്ലേ? ചേച്ചിക്കകത്ത് അടുക്കളയെ പണി കാണും. അയ്യോ, എന്നങ്ങൾ വരട്ടെ. ശരി. വാ. ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന തോന്നുന്നു. എന്താ ഉണ്ടായത്? ഏയ്, ഒരു പ്രശ്നമില്ല, എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കാം. ലീലാമ്മയുടെ ഹസ്ബൻഡും ഞാനും വലിയ തിക് ഫ്രണ്ട്സ് ആണ്. അങ്ങേര് വന്നാ എന്റെ സ്നേഹാന്വേഷണം പറയണം, നൈറ്റ് ഡ്യൂട്ടി എപ്പോഴാന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നു. എന്താ നൈറ്റ് ഡ്യൂട്ടിയോ? എന്താ സംഭവിച്ചത്? എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാതിരിക്കായിരുന്നു. അമ്മാവൻ തന്നെ എല്ലാം നേരിട്ട് പറയും, അതാ നല്ലത്. ചെന്നട്ടെ. അപ്പോഴേ ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായി പോയി, അല്ലേ? നല്ല യാതൊന്നും സാരമില്ലെന്നേ. വരൂ, നമുക്ക് അകത്ത് വരും സംസാരിക്കാം. അയ്യോ, നെറ്റ് ശരിക്കും വയ്ക്കൂ. എന്റെ നല്ല, ഞാൻ നിന്നെ വഞ്ചിക്കുമെന്നല്ല ഞാൻ പറയുന്നു, കേക്ക്. എനിക്കൊന്നും കേക്കണ്ട, എനിക്കൊന്നും കേക്കണ്ട. എന്നോട് വേണ്ട, എനിക്ക് മാപ്പ് കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട, എന്നോട് പറയണ്ട. ഇതെന്താ സർക്കസോ? ചപ്പാത്തിക്കോലെ നല്ല വഴിക്ക് വീണു. ചപ്പാത്തിക്കോല് അത് ഈ ചപ്പാത്തിക്കോലെടുക്കാൻ സ്റ്റൂള് കയറിയപ്പോ സ്റ്റൂള് മറിഞ്ഞു വീണ് ഇല്ലേ? നടുവുളിക്കല്ലേ? ആ, അത് തന്നെ, അതെ, നടുവുളിക്ക്. എന്നെ ക്ഷീണം മാറ്റാൻ ഇന്നലത്തെ ലേശം ബാക്കിയുണ്ട്, വേണോ?